യൂട്യൂബ് ചാനൽ വി ആർ എ ഫാമിലി. ഞാൻ രേഷ്മ. അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻറ്റർ പോർഷനിലാണ്. അപ്പോൾ ബാക്കിൽ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആദ്യമായിട്ട് അയർലൻഡിൽ ഈ വർഷം ആദ്യമായിട്ട് മഞ്ഞ് വീണിരിക്കുകയാണ്. മഞ്ഞെന്ന് പറയുമ്പോൾ ഒരുപാട് കട്ടിയിലുള്ള മഞ്ഞൊന്നുമില്ല കേട്ടോ, കുറച്ചിങ്ങനെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ പുല്ലിലൊക്കെ കിടക്കണ കണ്ടില്ലേ അവിടെ. പിന്നെ ബാക്കിൽ കാറുമൊക്കെ നല്ല ഐസ് വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കുന്നിൻ്റെ ഈ സൈഡിൽ അധികം മഞ്ഞ് വീട്ടിട്ടില്ല, ഒക്കെ ബാക്ക് സൈഡിലാണ്. പിന്നെ ഇപ്പോൾ ഉച്ചയായി തുടങ്ങിയിട്ട് ഏകദേശം. അപ്പോൾ കുറച്ച് നേരം നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ മഞ്ഞൊക്കെ അത്യാവശ്യം ഉരുകിപ്പോയി. അപ്പോൾ ഞാൻ കാലത്ത് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഒരു 2D ഒക്കെ കാണിക്കണേ. അപ്പം പുക പോകുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ എൻ്റെ കൈയൊക്കെ മരവിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഉള്ളിലിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് മഞ്ഞ് വീണതല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയും മഞ്ഞൊന്നും വീണില്ല കേട്ടോ. ജനുവരി സമയത്ത് ഒരു ദിവസമാണ് കൂടുതലായിട്ട് കട്ടിയിൽ മഞ്ഞ് വീണുള്ളത്. ഈ വർഷം ഡിസംബർ ഫസ്റ്റ് വീക്ക് തന്നെ ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെറുതായിട്ടാണെങ്കിലും മഞ്ഞൊക്കെ കാണാമല്ലോ എന്നുള്ളത്. അപ്പോൾ കട്ടിയിലുള്ള മഞ്ഞ് വീഴുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്നോ ഒക്കെ വരുമെന്ന് വിചാരിച്ചിരിക്കും, സ്നോമാനൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് മഞ്ഞ് വീണല്ലോ, അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡ് ഭാഗങ്ങളൊന്നും പുറത്തുനിന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചകളും ഇതൊക്കെ ഒന്ന് കാണാം. പിന്നെ തൊട്ട് നമ്മൾ താമസിക്കുന്ന ഈ ബാക്കിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വീടുകളുണ്ട്, പിന്നെ സിംഗിൾ ഹൗസസ് ഉണ്ട്, പിന്നെ സെമി ഡിറ്റാച്ച്ഡ് ആയ ഹൗസുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം ഞാൻ നിൽക്കുന്നത് മെയിൻ റോഡിലാണ് കേട്ടോ. മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഈ പിന്നിൽ കാണുന്നതൊക്കെ സിംഗിളായിട്ടുള്ള വീടുകളാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിറ്റാച്ച്ഡ് ഹൗസസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒരു എസ്റ്റേറ്റാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. എല്ലാവരും ബോർഡ് കാണുന്നുണ്ടല്ലോ, തോൺബറി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന എസ്റ്റേറ്റ്. അപ്പോൾ ഒരു ബോർഡുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെയിൻ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറാം. ആദ്യം അപ്പുറത്താണ് മറ്റേ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം കേട്ടോ. ഈ പുറകെ കാണുന്നൊക്കെ സിംഗിൾ ഹൗസസ് ആണ് കേട്ടോ. അപ്പോൾ 4 to 5 ബെഡ്റൂംസ് ഉണ്ട് മിക്ക വീട്ടിലും. പിന്നെ ബാക്കിൽ സൺഡെക്കും പിന്നെ കാർ ഗാരേജും കാർ പാർക്കിങ്ങും ഒക്കെ സെപ്പറേറ്റ് ഉള്ള വീടുകളാണ്. ഇത് ഈ ഒരു സിംഗിൾ വീടുകൾ ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു 10-12 എണ്ണം. പിന്നെ വന്നിട്ട് ഇത് അധികം റെൻറ്റിനൊന്നും അധികം കൊടുക്കാത്ത വീടുകളാണ്. മിക്കവാറും എല്ലാവരും സ്വന്തമായിട്ട് ഓൺ ചെയ്തിട്ടുള്ള വീടുകളാണ്. ബിഗ് ഫാമിലീസിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ പ്രൈവസി കാണിക്കണം. അല്ലെങ്കിൽ അവരുടെ വീടൊന്നും ആദ്യം നമ്മൾ പോയി കൺസേൺ ഇല്ലാതെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ. കുറച്ചുകൂടി നല്ല വ്യൂ ആണ് ഇവിടുന്ന്, കാരണം മെയിൻ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണല്ലോ. നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് പോയി റെന്റിനൊക്കെ കൊടുക്കുന്ന വീടുകൾ നോക്കാം കേട്ടോ. അപ്പൊ എന്റെ പുറകിൽ കാണുന്ന വണ്ടി കണ്ടോ, ഫ്യൂവലിന്റെ വണ്ടിയാണ് കേട്ടോ, കോയിൽ ഫ്യൂവൽസ്. അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മൾ വീട് ഹീറ്റ് ചെയ്യാനൊക്കെ
ഡിഫറെൻറ്റ് ഹീറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓയിലും ഒരു മെത്തേഡ് ഗ്യാസുമാണ്. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഗ്യാസാണ് കേട്ടോ. അപ്പോൾ വീടുകളാകുമ്പോൾ ഇങ്ങനെ സിംഗിൾ വീടാകുമ്പോൾ നമ്മൾ ഫ്യൂവൽ സെപ്പറേറ്റ് മേടിച്ച് നിറക്കണം. അങ്ങനെ നമ്മൾ ടാങ്കിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം നിറക്കില്ലേ, അതുപോലെ സെപ്പറേറ്റ് ടാങ്ക് വീടിൻ്റെ ബാക്കിലുണ്ടാവും. അതിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണം. അത് വെച്ചിട്ടാണ് വീട്ടിലെ ഹീറ്റേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. വെള്ളം ചൂടാക്കാനാണെങ്കിലും പിന്നെ റൂം ഹീറ്റേഴ്സൊക്കെ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് വീടുകൾക്കാണ് കൂടുതൽ ഇങ്ങനെ ഫ്യൂവലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്യാസ് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് സിംഗിൾ വീടുകളും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിറ്റാച്ച് വീടാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ഫ്യൂവലൊക്കെ നിറയ്ക്കണം. അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. കാരണം ഗ്യാസ് ഓൾറെഡി നമ്മൾ കോമൺ ആയിട്ട് ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. ഇതിനെക്കുറിച്ച് കൺസേൺ ആവുക, അതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ടർ ആണെങ്കിലും എല്ലാം അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ട്. വീടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതലും വേസ്റ്റ് ആണെങ്കിലൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആവേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുമ്പോൾ ഇല്ലേ അതുപോലെ കോമൺ ആയിട്ടുള്ള ഗ്യാസിങ് സിസ്റ്റവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ വീടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും ഗാർഡനും ഫാമിലി കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലിയൊക്കെ ആകുമ്പോൾ അതാണ് കൂടുതൽ നല്ലത്. പക്ഷെ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമ്മളൊരു വീടിന് റൂമിനകത്ത് തന്നെ അടച്ചിരിക്കണ പോലെ ഉണ്ട്. രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കേട്ടോ. പുറകിൽ കാണുന്നത് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ് കേട്ടോ. അപ്പോൾ അതായത് രണ്ട് വീട് ഒരുമിച്ച് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാള്, അപ്പോൾ രണ്ട് ഡോറ് കാണുന്നുണ്ടോ, അങ്ങനെയാണ് കേട്ടോ വീടുകൾ. അപ്പോൾ ഇത് മിക്ക വീട്ടിലും 3 to 4 bedrooms ആണ് ഉള്ളത്. അപ്പോൾ ഈ വീടുകളൊക്കെ കൂടുതൽ റെൻറ്റിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറേ വീടൊക്കെ തപ്പി നോക്കി, പക്ഷെ വന്ന സമയത്ത് വീടൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കേട്ടോ ഇങ്ങനത്തെ വീടുകൾ. അത് നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ഫീൽ തോന്നുന്നില്ല. ചെറിയ ഫാമിലീസിനൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡൊക്കെ ഉണ്ടാവും. കാർ പോർച്ചും ഗാരേജും ഒന്നും സെപ്പറേറ്റ് ഇല്ല കേട്ടോ സിംഗിൾ വീടിൻ്റെ പോലെ. അപ്പം മിക്ക വീട്ടിലും ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീടിൻ്റെ അടുത്തൊന്നും പോയി എടുക്കണില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺസേൺ ഇല്ലാതെ വീട് അങ്ങനെ പോയി ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ 10-30 വീടുകളുണ്ട് കേട്ടോ. അപ്പം ഇതിവിടുത്തെ വീടുകളുടെ സെൻറ്ററിലുള്ളൊരു പോർഷനാണ് കേട്ടോ. ചെറിയൊരു പ്ലേ ഏരിയ പോലെ, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസോ പാർട്ടീസോ ഒക്കെ ഗെറ്റ് ടുഗദേഴ്സോ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ പോട്ട്ലക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് നോർമലി ചെയ്യാറ് കേട്ടോ. ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് തന്നെ ഒരു മൗണ്ടൻ ടോപ്പിലാണ്.
അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. ഞാൻ അന്ന് സ്നോഫാളിൻ്റെ അന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നിട്ട് വീട്ടിൽ പോകേണ്ടി വന്നു. പിന്നെ ഞാൻ 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ, വീണ്ടും സ്നോ വരുന്ന ദിവസം തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, പിന്നെ മഞ്ഞൊന്നും മോർണിംഗിലൊന്നും വീഴുന്നില്ല, എല്ലാം രാത്രിയാണ്. അപ്പം ഞാൻ ഇന്ന് ഇത്തിരി വെയിൽ കണ്ടപ്പോൾ ബാക്കിയും കൂടി ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഷോട്ട്സിലും മഞ്ഞ് വീണിട്ടുള്ള വ്യൂ ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസം മഞ്ഞില്ലാത്ത ദിവസം എടുത്ത വീഡിയോസാണ്. അപ്പോൾ രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇന്ന് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ട്. വെയിലെന്ന് പറയുമ്പോൾ ഇവിടെ സൈഡിൽ ചെറുതായിട്ടും മഴയും വന്ന് തുടങ്ങിയിട്ടുണ്ടോ, ചെറുതായിട്ട് ഇവിടെ ഇവിടെയായിട്ട് വെള്ളം വീണുണ്ട്. അപ്പോൾ എത്രത്തോളം ഇന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ വെയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. 2 to 5 degrees തന്നെയാണ് ഇപ്പോഴും ടെമ്പറേച്ചർ. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, കൈയൊക്കെ മരവിച്ച് ഐസായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പുക പോകുന്നുണ്ട് കേട്ടോ. കാണില്ല, വീഡിയോയിൽ കാണില്ല. അപ്പോൾ നമുക്കിങ്ങനെ ബാക്കി കാഴ്ചകളും കൂടി കാണാം കേട്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡിൽ, അപ്പം ഈ സൈഡിൽ സിംഗിൾ ഹൗസസ്, ഇപ്പുറത്തെ സൈഡിൽ സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ്. ഇനി ഈ ഒരു ഏരിയയിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്ഷൻ വന്നിട്ട് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയയിലോട്ട് പോവാം കേട്ടോ.
താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഏരിയ. അപ്പൊ ഇത് കാണുമ്പോ വിചാരിക്കുന്നത് അപ്പാർട്ട്മെന്റ്സ് അല്ലല്ലോ, ഇത് റോ ഹൗസ് പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഇവിടെ ഇതിന് അപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വീടുകൾ 3-4 വീടുകൾ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്ത് നിൽക്കണതിന് അപ്പാർട്ട്മെന്റ്സ് തന്നെയാണ് ഇവർ മെയിനായിട്ട് പറയാറ്. അപ്പോൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാ കാണുന്ന അപ്പാർട്ട്മെന്റ്സ് 4-5 ഫ്ലോർസ് ഉള്ളതുണ്ട്. ഇപ്പം ഈ ഒരു സെക്ഷനെയും അപ്പാർട്ട്മെന്റ്സ് തന്നെ പറയാം. അപ്പോൾ ഒരു ബ്ലോക്കിലായിട്ട് 4 വീടുകളാണ് കേട്ടോ ഉള്ളത്. അപ്പം മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം. അപ്പം നമ്മൾ താഴത്തെ സെക്ഷനിലാണ് താമസിക്കുന്നത്. അപ്പം മുകളിൽ 3-4 ബെഡ്റൂംസിൻ്റെയും താഴെ 2 ബെഡ്റൂംസിൻ്റെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും 4 സെക്ഷനായിട്ടാണ്, പിന്നെ 8 പീസായിട്ട് ബ്ലോക്കായിട്ട് വീടുകളാണ് ഉള്ളത് കേട്ടോ. ശരിക്കും റോ ഹൗസ് പോലെ തോന്നും, പക്ഷെ അപ്പാർട്ട്മെന്റ്സ് എന്നാണ് പറയാൻ കേട്ടോ. അപ്പാർട്ട്മെന്റ് സെക്ഷനിലെ ഫ്യൂവൽ ടാങ്ക്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ വീടുകളിൽ ഹീറ്റിങ്ങിന് വേണ്ടി ഓയിൽ സെപ്പറേറ്റ് നിറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇവിടെ ടാങ്ക്സിൽ നമ്മുടെ അപ്പാർട്ട്മെന്റ് സെക്ഷനിൽ സെപ്പറേറ്റ് ടാങ്ക് ആയിട്ട് കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്ത് പോയി കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് വീട്ടിനകത്തോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ചെറിയ അപ്പാർട്ട്മെൻറ്റ് ചെറിയ സെക്ഷനെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വൺസ് കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം, എന്നാലും തൽക്കാലം ഈ ഒരു ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.